Hi everyone, welcome to another video. നമ്മൾ ഇന്ന് സ്റ്റോക്ക് അനാലിസിസ് വീഡിയോ ആണ് കേട്ടോ, ഷോർട്ട് ടേം സ്റ്റോക്ക് അനാലിസിസ് വീഡിയോ. അതായത് പുതിയൊരു സ്റ്റോക്ക് അനലൈസ് ചെയ്തെടുക്കുകയല്ല, അതിനുള്ള ടൈം ആയിട്ടില്ല. കാരണം നമ്മൾ പ്രീവിയസ്ലി എടുത്ത രണ്ട് സ്റ്റോക്കുകളും ഒരു സ്റ്റോക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റായി, ഒരു സ്റ്റോക്ക് സെക്കൻഡ് ടാർഗറ്റിലേക്ക് പെൻഡിങ് ആണ്, അത് എത്തിയിട്ടില്ല. അപ്പോൾ അതായത് മുൻപുള്ള സ്റ്റോക്ക് അനാലിസിസ് വീഡിയോസിൽ നമ്മൾ പറഞ്ഞു പോയ അനലൈസ് ചെയ്ത് വിട്ട രണ്ട് സ്റ്റോക്കുകൾ, അതിൽ ഒരെണ്ണം ഇന്നാണ് എൻട്രി ട്രിഗർ ആയത്, ഒരെണ്ണം നേരത്തെ ട്രിഗർ ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്ക് ആയിരുന്നു പ്രിസിഷൻ വയേഴ്സ് ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്ക് ആയിരുന്നു നമ്മൾ എടുത്തു വിട്ടത്. നമ്മുടെ എൻട്രി സോൺ ഇതായിരുന്നു. ഇവിടെ വന്ന സമയത്ത് നമ്മൾ എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് ഇതാണ്. ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് റിവേഴ്സിൽ വന്നിട്ട് പിന്നെ ഇത് മേലോട്ട് കയറി പോകുന്നുണ്ട്. അപ്പൊ സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ആവുന്ന സമയത്ത് 220 എക്സിറ്റ് ആവാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് എടുത്തിട്ട് ആകെ ഒരു ഇത് എൻട്രി ട്രിഗർ ആയത് 12-ാം തീയതിയാണ് എൻട്രി ട്രിഗർ ആയത്. അതായത് ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു. 3, 14, 15, 16. ഓക്കെ, ഫ്രൈഡേ അല്ല, തേഴ്സ്ഡേ ആണ് എൻട്രി ട്രിഗർ ആയത്. അപ്പോൾ തേഴ്സ്ഡേ എൻട്രി ട്രിഗർ ആയി. പിന്നെ അത് നിയർലി ഒരു 10% കയറിയിട്ടുള്ള, ഒരു 8% ഒക്കെ കയറിയിട്ട് പിന്നെ അത് താഴോട്ട് വന്നിട്ട് മേലോട്ട് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ടാർഗറ്റ് വന്നിട്ട് നമ്മുടെ 15% ആണ്, നിയർലി ഒരു 15% വരും. അപ്പോൾ ആ ഒരു ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ അതൊരു നമ്മൾ സമയം കൊടുക്കുന്നത് ഒരു 1 to 2 വീക്കാണ്. ഇപ്പൊ അത് മറ്റന്നാളാണ് 1 വീക്ക് ആവുള്ളൂ. ഇന്ന് ട്യൂസ്ഡേ ആണ്, മറ്റന്നാൾ തേഴ്സ്ഡേ വന്നാലേ എൻട്രി എടുത്തിട്ട് 1 വീക്കായി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു 2 വീക്കൊക്കെ നോക്കാം നമുക്ക്. ഇപ്പൊ ഒരു സെക്കൻഡ് ടാർഗറ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ എക്സിറ്റ് ആവാം. ഇതാണ് പ്രിസിഷൻ വയറിന്റെ അപ്ഡേറ്റ്. ഇനി ക്ലിയർ ആയിട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോയില് അനലൈസ് ചെയ്ത് വെച്ച സ്റ്റോക്ക്, ആ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഇതില് ഒരു ചെറിയൊരു മാറ്റമുണ്ട്. അതായത് ഞാൻ എൻട്രി ഉദ്ദേശിച്ചത് ഈ ഒരു പോയിന്റ് എന്നായിരുന്നു, പക്ഷെ ഞാൻ എൻട്രി എടുത്തത് ഈ ഒരു പോയിന്റ് നിന്നാണ്. ലാസ്റ്റ് വീഡിയോയിൽ വരച്ചതുപോലെ തന്നെ യാതൊരു വിധ വ്യത്യാസവും ഇതിൽ വരുത്തിയിട്ടില്ല. രണ്ട് റിവേഴ്സൽ സോണുകൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റോപ്പ് ലോസും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാനുള്ള കാരണവും ഞാൻ പറഞ്ഞു, ഇതും പ്രോബബിൾ റിവേഴ്സൽ സോൺ ആണ്. അപ്പൊ അതുകൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചത്. ഇവിടെ നിന്നാണ് ഞാൻ എൻട്രി എടുത്തത്. ഞാൻ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും വ്യൂ ഷെയർ ചെയ്ത സമയത്ത് ഈ ഒരു പോയിന്റിൽ നിന്ന് എൻട്രി എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്താന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഇവിടെ നിന്ന് എടുക്കാന്നാണ്. മെയിൻ ആയിട്ട് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരും, ഇവിടെ നിന്ന് എൻട്രി എടുക്കാന്ന് എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഇത് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് മേലോട്ട് പോയി, നല്ല വോളിയം ഉണ്ട്. എന്നിട്ട് അടുത്ത് വന്ന ഒരു റെഡ് ക്യാൻഡിൽ, ഇത് ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. പിന്നെ വന്ന റെഡ് ക്യാൻഡിൽ നല്ലോണം താഴോട്ട് വന്നു. ഓക്കെ, നിയർലി ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലിന്റെ ഹാഫ് കവർ ചെയ്തു. ഇത് ബെയറിഷ് ആയിട്ട് താഴോട്ട് വരേണ്ടതാണ്, താഴോട്ട് വന്നാലേ നമ്മുടെ എൻട്രി കിട്ടുള്ളൂ, അതെല്ലാം ശരി തന്നെ. പക്ഷേ ഒരു എന്താ പറയാ, റീടെസ്റ്റ്, ഈ ഒരു മേലോട്ട് കയറിയിട്ട് ഈ താഴോട്ട് വന്ന് തരുന്നതിന് പറയുന്നത് റീടെസ്റ്റ് എന്നാണ്. ഈ റീടെസ്റ്റ് തരാൻ വരുന്ന ആ ഒരു എന്താ പറയാ, ആ ഒരു കറക്ഷൻ ഉണ്ടല്ലോ, താഴോട്ടുള്ള ആ ഒരു ബെയറിഷ് മൂവ്മെന്റ്, അതില് ഹെവി വോളിയം ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച, നമ്മൾ പ്രോബബിൾ റിവേഴ്സൽ പോയിന്റ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത പോയിന്റിൽ അവിടെ നിന്ന് റിവേഴ്സ് ആവണമെന്നില്ല. ഇത് താഴോട്ട് വന്നതല്ല പ്രശ്നം. ഈ ഒരു ക്യാൻഡിൽ 2 hour ടൈം ഫ്രെയിമിന്റെ ഈ ഒരു ക്യാൻഡിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അത് എത്രയാണോ താഴോട്ട് വന്നത് അതിന്റെ തൊട്ടടുത്ത് തന്നെ ക്ലോസ് ആയി. മീൻസ് ബെയേഴ്സ് ആർ സ്ട്രോങ്. ഓക്കെ, അപ്പൊ ഈ ഒരു സോണിന്ന് റിവേഴ്സൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നീട് വന്ന ഗ്രീൻ ക്യാൻഡില്, പിന്നീട് വന്ന റെഡ് ക്യാൻഡില് ഈ ഒരു സോണിന്റെ ഉള്ളിൽ, അതും എത്ര താഴോട്ട് വന്നു അതിന്റെ അടുത്ത് തന്നെ ക്ലോസ്, അപ്പോഴും ബെയേഴ്സ് സ്ട്രോങ് ആണ്. ഓക്കെ, പിന്നെ ഈ സോൺ ബ്രേക്ക് ആയി താഴോട്ട് വന്ന സമയത്ത് നല്ലൊരു എൻട്രി ഇവിടെ നിന്ന് കിട്ടി. ഇൻഡിസിഷൻ ക്യാൻഡിൽ, ഈ ഗ്രീൻ ക്യാൻഡിൽ ഇൻഡിസിഷൻ ക്യാൻഡിൽ ഇവിടെ വന്നു. തൊട്ട് താഴെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ്, അതായത് ഇവിടുന്ന് എൻട്രി, ഇവിടുന്ന് സ്റ്റോപ്പ് ലോസ് വെച്ചു. പിന്നെ ഒന്നും നോക്കേണ്ടി വന്നില്ല, ഇവിടുന്ന് എൻട്രി എടുത്ത് സ്റ്റോപ്പ് ലോസ് വെച്ചു. ഫസ്റ്റ് ടാർഗറ്റ് ഇയർ പോയിന്റ്, സെക്കൻഡ് ടാർഗറ്റ്, ഇതിങ്ങനെ വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഇത്ര മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. ഓക്കെ,
അപ്പോൾ എൻട്രി എടുത്തു, ടാർഗറ്റ് സെറ്റ് ചെയ്തു, സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്തു, ഇനി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ എൻ്റെ എൻട്രി 114 ആയിരുന്നു. 114 ആയിരുന്നു എൻ്റെ എൻട്രി. 114 എൻട്രി എടുത്തിട്ട് ഇന്ന് തന്നെ അത് നിയർലി 185 വരെ കയറിയിട്ടുണ്ട്. അതായത് 40 പോയിന്റ്സ് ഇന്ന് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. 40 പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നിയർലി, അതായത് ഒരു 1000 റുപ്പീസിന്റെ ഒരു സ്റ്റോക്കിൽ ഒരു 40 പോയിന്റ്സ് കയറുക എന്ന് പറയുമ്പോൾ 4% ആണ്. ഒറ്റ ദിവസത്തിൽ 4% ഒക്കെ മൂവ്മെന്റ് ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഓക്കെ, ക്യാപ്ചർ ചെയ്യാന്നല്ല, അത് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിന്റെ അപ്ഡേറ്റ് തരാം. പ്രിസിഷൻ വയർ ഫസ്റ്റ് ടാർഗറ്റ് ഹീറ്റ് ആയിട്ട് താഴോട്ട് വന്നു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താഴോട്ട് വന്നു. അപ്പൊ ഈ 2 സ്റ്റോക്ക് ഇപ്പൊ നമ്മൾ ഫ്രഷ് ആയിട്ട് എൻട്രി എടുത്തു, അതായത് ലാസ്റ്റ് 1 വീക്കിന്റെ ഉള്ളിൽ എൻട്രി എടുത്ത 2 സ്റ്റോക്കുകളാണ്. പ്രിസിഷൻ വയർ ലാസ്റ്റ് വീക്ക് എടുത്തു, ഹോം ഫസ്റ്റ് ഫിനാൻസ് ഇന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ 2 സ്റ്റോക്കുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്ഡേറ്റും എല്ലാം റിസൾട്ടും എല്ലാം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ, അതായത് ഒരു 2 ദിവസത്തിനുള്ളിൽ സ്റ്റോക്ക് അനാലിസിസ്, അടുത്ത സ്റ്റോക്കിന്റെ അനാലിസിസ് വീഡിയോ ഇടാം. അപ്പോൾ ആ ഒരു സമയത്ത് ഈ സ്റ്റോക്കിന്റെ എല്ലാ അപ്ഡേറ്റ്സും തരാം. ലാസ്റ്റ് വീഡിയോയിൽ പ്രിസിഷൻ വയർ നമ്മൾ നോക്കിയ സമയത്ത്, അതായത് ഈ ഹോം ഫസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് പ്രിസിഷൻ വയറിന്റെ അപ്ഡേറ്റ് നോക്കിയ സമയത്ത് അതിൽ എൻട്രി ജസ്റ്റ് ട്രിഗർ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പോയിന്റിന് എൻട്രി ട്രിഗർ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് അത് ഗ്യാപ്പ് അപ്പ് വന്ന്, അതായത് ഇന്നലെ മൺഡേ ഗ്യാപ്പ് അപ്പ് വന്നു, ഫസ്റ്റ് ടാർഗറ്റ് അപ്പോൾ തന്നെ ഹിറ്റായി. ഓക്കെ, അത് പെട്ടെന്നായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു പ്രിസിഷൻ വയർ പ്ലസ് ഹോം ഫസ്റ്റ് ഫിനാൻസിന്റെ അപ്ഡേറ്റോ അല്ലെങ്കിൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ, അതായത് പുതിയൊരു സ്റ്റോക്കിന്റെ അനാലിസിസ് കൂടി ചേർത്തിട്ട് നമുക്ക് അടുത്ത വീഡിയോ റെഡിയാക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ബയോയിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കിട്ടും. ഓക്കെ, നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. See you all in the next video.